ഹലോ ഗൈസ്, ഇന്നൊരു ന്യൂട്ടെല്ല കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിനകത്തോട്ടൊരു ജാർ എടുക്കുക. അതിനുവേണ്ടി ഞാൻ 2 മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരു മുട്ട എടുക്കുന്നവർ ഞാൻ ഈ ചേർത്തേക്കുന്ന ക്വാണ്ടിറ്റിയുടെയൊക്കെ പകുതി എടുത്താലും മതി. ഞാനിവിടെ 2 മുട്ട എടുത്തേക്കുന്നത്. ആ 2 മുട്ട എടുക്കുമ്പം ഞാൻ പിന്നെ ഒരു സ്പൂൺ അളവ്, ആ സ്പൂൺ തന്നെയാണ് അളവെടുത്തേക്കുന്നത്. എല്ലാം മാവെടുക്കാനാണെങ്കിലും മൈദ എടുക്കാനും എല്ലാം ഞാൻ ആ ഒരു സ്പൂൺ തന്നെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട എടുക്കുന്നവർ 12ൻ്റെ പകുതി 6 എടുത്താൽ മതി കേട്ടോ. അതിനകത്തോട്ട് ഞാനൊരു 8 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ, എൻ്റെ കയ്യിൽ അതായിരുന്നു. അപ്പോൾ ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവറിൻ്റെ ഓയിലുള്ളവർ അതെടുത്താലും മതി. അതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു 8 ടേബിൾ സ്പൂൺ പാലിന് തണുപ്പൊട്ടും പാടില്ല. തണുത്തിരിക്കുന്ന മുട്ടയും തണുപ്പ് പാടില്ല, പാലിനൊന്നും തണുപ്പ് പാടില്ല. തണുത്തിരിക്കുമ്പോൾ നമ്മുടെ കേക്ക് ഫ്ലഫി ആയിട്ട് വരത്തില്ല. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനകത്തോട്ടൊരു 16 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഇടുന്നവരും ഉണ്ട്. മൈദ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നുണ്ട്, ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. അതിട്ട് ആ സെയിം ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിൽ നിന്നൊരു കുറച്ച് ബാറ്റർ എടുത്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനകത്തോട്ട് ന്യൂട്ടെല്ല മിക്സ് ചെയ്യാം. ന്യൂട്ടെല്ലയ്ക്ക് പകരം കൊക്കോ പൗഡർ ചേർത്താലും മതി. അതല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്താൽ മതി. 2 ബാറ്റർ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ന്യൂട്ടെല്ല ഇട്ട ബാറ്റർ വേറെ, മറ്റേത് വേറെ. എന്നിട്ടൊരു ഇഡ്ഡലിത്തട്ടിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ തേക്കണം. ഒരുപാട് എണ്ണയാകുമ്പോഴത്തേനും ഈ കേക്ക് പിന്നെ മുരിഞ്ഞ് വരും. അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂട്ടെല്ല മിക്സ് ചെയ്ത ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് 2 ലെയർ ഫില്ലാക്കണം. ആദ്യം നമ്മുടെ ന്യൂട്ടെല്ല മിക്സ് അല്ലാത്ത ബാറ്റർ, പിന്നെ ന്യൂട്ടെല്ല മിക്സ് ചെയ്ത ബാറ്റർ, ഇങ്ങനെ ഒരു 4 റൗണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടിയുള്ളൊരു പാത്രത്തിനകത്ത് നമ്മൾ ഗ്യാസിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാൻ ഇഡ്ഡലിത്തട്ട് തന്നെ എടുത്തേക്കുന്നത്. ഇഡ്ഡലിത്തട്ടിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുത്തത്. ഒരു ലോ ഫ്ലെയിമിൽ 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുക്കായി. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ്. അത് വേണ്ടാത്തവർക്കാണെങ്കിൽ വേണ്ട. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതൊന്നും അല്ല വന്നത്. അതിന് ഇഡ്ഡലിത്തട്ടി വെച്ച് സ്റ്റീം എടുത്തു. നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.